ഗാസയിൽ പലസ്തീൻ ജനത നേരിടുന്ന പ്രശ്നങ്ങളിൽ മനം മടുത്തിരിക്കുകയാണ് ലോകം ഇപ്പോൾ. ഒരു രാജ്യത്തിനെ എത്രത്തോളം ദ്രോഹിക്കാമോ അങ്ങനെയെല്ലാം ഇസ്രയേൽ ഗാസയെ ദ്രോഹിച്ചിട്ടുണ്ട്. ട്രംപ് അടക്കം പല ആളുകളും ഇടപെട്ടിട്ടും ചെറിയൊരു മാനുഷിക പരിഗണന പോലും നെതന്യാഹു ഈ കാര്യത്തിൽ പലസ്തീനോട് കാണിച്ചിട്ടില്ല. ഇതിനെതിരെ ലോകം കൈകോർക്കുന്നതിന്റെ തുടക്കമെന്നോണം ഫലസ്തീൻ രാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് UN കരട് പ്രമേയം. ഫ്രാൻസും സൗദിയും സംയുക്തമായി വിളിച്ചു ചേർത്ത പ്രത്യേക UN സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ തയ്യാറാക്കിയ കരട് പ്രമേയമാണ് ഇക്കാര്യം ആവശ്യപ്പെടുന്നത്. ഫലസ്തീൻ രാഷ്ട്ര രൂപീകരണം സംബന്ധിച്ച് ഈ പ്രമേയം ന്യൂയോർക്ക് പ്രഖ്യാപനം എന്നാണ് അറിയപ്പെടുക. പശ്ചിമേഷ്യയിൽ സ്ഥിരത കൊണ്ടുവരാൻ ഫലസ്തീൻ രാഷ്ട്രം അനിവാര്യമാണെന്നാണ് പ്രമേയം പറയുന്നത്. ഫലസ്തീൻ പ്രശ്നം പരിഹരിക്കുന്നതിൽ വീഴ്ച വന്നതിനാലാണ് സംഘർഷം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണം. ഇത് പിന്മാറാൻ സാധ്യമല്ലാത്ത വഴിയാണ്. ഗാസയിൽ സമാധാനം കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ ഫലസ്തീൻ രാഷ്ട്രവും രൂപീകരിക്കണം. അതിനാൽ തന്നെ ഗാസ ഭാവിയിലെ ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ അനിവാര്യ ഘടകമാണ്. ഗാസയിൽ അധിനിവേശമോ ഉപരോധമോ പാടില്ല എന്ന് മാത്രമല്ല, അറബ് ലീഗും OICയും ശുപാർശ ചെയ്ത ഗാസ പുനർനിർമ്മാണത്തെയും പ്രമേയം പിന്തുണയ്ക്കുന്നുണ്ട്. ഗാസയുടെ ഭരണം ഫലസ്തീൻ അതോറിറ്റിക്ക് കീഴിലാക്കണമെന്നും സ്ഥിരത ഉറപ്പാക്കാൻ UN നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സൈന്യത്തെ വിന്യസിക്കണമെന്നും പ്രമേയം പറയുന്നുണ്ട്. മാത്രമല്ല, ഒരു വർഷത്തിനുള്ളിൽ ഫലസ്തീനിൽ തിരഞ്ഞെടുപ്പ് നടത്തണം. ഫലസ്തീനിലെ വിശുദ്ധ പ്രദേശങ്ങളുടെ നിയമപരവും ചരിത്രപരവുമായ തൽസ്ഥിതിയും തുടരണം. അതായത് അവയുടെ മേൽനോട്ടം ജോർദാനിലെ ഹാഷിമൈറ്റ് രാജകുടുംബത്തിനായിരിക്കണമെന്ന് സാരം. ദ്വിരാഷ്ട്ര പരിഹാരത്തിന് തയ്യാറാവാൻ ഇസ്രയേലിന് മേൽ ലോകരാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തണമെന്നും പ്രമേയം ആവശ്യപ്പെടുന്നു. വർഷങ്ങളായി ലോകം അവഗണിച്ച വിഷയമാണ് ഫലസ്തീന്റെ സ്വയം നിർണയാവകാശം. ഹമാസിന്റെ നേതൃത്വത്തിൽ 2023 ഒക്ടോബർ 7 ആരംഭിച്ച തൂഫാനുൽ അഖ്സയാണ് വിഷയം വീണ്ടും ലോകത്തിന് മുൻപിൽ എത്തിച്ചിട്ടുള്ളത്. അതേസമയം ഇസ്രയേലിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന നിലപാട് തുടരുകയാണ് ഫ്രാൻസും ബ്രിട്ടനും ഇപ്പോൾ. ഫലസ്തീൻ രാഷ്ട്രത്തെ സെപ്റ്റംബറിൽ അംഗീകരിക്കുമെന്ന് ഫ്രാൻസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ബ്രിട്ടനും സമാന നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ ആണ് ഇന്ന് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇസ്രയേൽ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ പുതിയ തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. 2023 ഒക്ടോബറിന് ശേഷം ഗാസയിൽ ഇസ്രയേൽ സൈന്യം ആക്രമണം ശക്തമാക്കിയിരുന്നു. അന്ന് തുടങ്ങിയ ആക്രമണത്തിന് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലാത്തതിനാൽ ഇനിയും അത് നിർത്തിയില്ലെങ്കിൽ ഇസ്രയേൽ വലിയ തിരിച്ചടി തന്നെ നേരിടേണ്ടി വരുമെന്നാണ് ലോക നേതാക്കൾ പറയുന്നത്. എന്നാൽ ഇസ്രയേൽ ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, ഭക്ഷണം വാങ്ങാനെത്തിയ പലസ്തീൻകാരെയും ഇസ്രയേൽ ആക്രമിച്ചിരിക്കുകയാണ്. നാളുകളായി തുടരുന്ന ഇസ്രയേലിന്റെ ഈ ക്രൂരതയിൽപ്പെട്ട് ഗാസയിൽ പട്ടിണി മരണം സ്ഥിരമായപ്പോഴാണ് കൂടുതൽ രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നത്. ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കണമെങ്കിൽ സ്വതന്ത്ര പലസ്തീൻ രാജ്യം നിലവിൽ വരണമെന്നാണ് സൗദി അറേബ്യയും വ്യക്തമാക്കുന്നത്. UAEയും ബഹ്റൈനും ആദ്യം തന്നെ ഇസ്രയേലുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. സൗദിയുമായി ചർച്ച നടന്നു വരവെയാണ് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചതും പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയം മാറി മറിഞ്ഞതും.